നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസം വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 1. ചില നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെയധികം ശുഭകരമാണ്. ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. അറിവുകൾ അത് മറ്റുള്ളവരിലേക്കും ഒന്ന് എത്തട്ടെ. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യമായി വരുന്നത്, അല്ലെങ്കിൽ ഭാഗ്യകരമായ ഗുണങ്ങൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വിഷമങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ടെൻഷൻ എന്നിവ ഒക്കെയും ഒഴിയുന്ന ഒരു സമയമാണ്. വളരെ ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊരു സന്തോഷ വാർത്തയാണ്. സാമ്പത്തികമായ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മൂലമുണ്ടായിരുന്ന ടെൻഷനുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാധീനതകളും എല്ലാം നിങ്ങൾക്ക് മാറുന്ന ഒരു മാസമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം. പുതിയ ജോലിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിങ്ങൾക്ക് ആവശ്യമായ വേതനം കിട്ടാതെ വരികയും അത് മാറണമെന്നൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്ക് പുതിയ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം വളരെ നല്ല ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം. എന്ത് കാര്യവും ചിന്തിച്ച് മാത്രം ചെയ്യുവാൻ ഒന്ന് ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏത് കാര്യത്തിനും എടുത്തു ചാടിയുള്ള തീരുമാനമെടുക്കാതെ 1-2 തവണ ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ തീരുമാനം വ്യക്തമാണ്, കൃത്യമാണ്, ഇതിൽ എനിക്ക് ഫലമായ കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഇതെനിക്ക് ഗുണകരമാവും എന്ന് തോന്നിയതിനു ശേഷം മാത്രം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തയൊക്കെ ശ്രവിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം. മംഗളകർമ്മത്തിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മാസമാണ്. കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം. അടുത്ത നക്ഷത്രം പുണർദമാണ്. സാമ്പത്തികമായും അല്ലാതെയും ഉണ്ടായിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ചെറിയ തോതിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം പുണർദം നക്ഷത്രക്കാർക്ക്. തൊഴിൽ മാറി നല്ല വേതനം കിട്ടുന്ന ജോലിയിലോട്ടൊക്കെ മാറുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഒരുപാട് നാളായി തടസ്സങ്ങളൊക്കെയായി വിദേശ യാത്രകൾ മാറി പോയിക്കൊണ്ടിരുന്നവർക്ക് ഈ മാസം ആ തടസ്സങ്ങളൊക്കെ മാറി പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും രേഖകളെല്ലാം നിങ്ങൾക്ക് തയ്യാറായി നിങ്ങൾക്ക് പോകാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ അനുമതി ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൂടി ലഭിക്കുന്ന ഒരു സമയമാണ്. പുണർന്ന നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ പണം ലഭിക്കാനും അത് സമ്മാന പദ്ധതികളായിക്കോട്ടെ ആയിക്കോട്ടെ, അത് ലോൺ, ചിട്ടി അങ്ങനെയുള്ള എന്തിലും നിന്നും സാമ്പത്തികമായ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടാനും നിങ്ങൾ അർഹിക്കുന്ന സാമ്പത്തിക രീതിയിൽ ഏതൊക്കെ, അത് ജോലി ചെയ്യുന്നതാണെങ്കിൽ അത് അല്ലാതെയുള്ള ഏത് മാർഗത്തിൽ നിന്ന് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന ഒരു മാസം കൂടിയാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം. അടുത്തത് പൂയം നക്ഷത്രമാണ്. വ്യക്തതയില്ലാത്ത ഒരു സമയമായിരിക്കും പൂയം നക്ഷത്രക്കാർ. കാരണം കാര്യങ്ങളുടെയൊക്കെ ഒരു ക്ലിയർ പിക്ചർ ഇല്ലാത്ത ഒരു അവസ്ഥ, എന്ത് ചെയ്താലും ഒരു അവ്യക്തത തോന്നുന്ന ഒരു സമയമായിരിക്കും. എങ്കിൽ പോലും നിങ്ങളെ വലച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് പൂയം നക്ഷത്രക്കാർ. അതിനൊക്കെയുള്ള ഒരു പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാകുമെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശരിയായ ഒരു വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ്. ജോലി മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് പൂയം നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസം. കുടുംബാംഗങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയം കൂടിയാണ്. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് ധനം ലഭിക്കുന്ന സമയമാണ്. പറയുകയാണെങ്കിൽ പൊതുവെ വളരെ അനുകൂലമായ ഒരു സമയം എന്ന് വേണം പൂയം നക്ഷത്രക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തെ പറയുവാനായിട്ട്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് മാനസികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പുറകെയുള്ള കാലങ്ങളിൽ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്ന സമയമാണ് ഈ ഓഗസ്റ്റ് മാസം. പൂരം നക്ഷത്രക്കാർക്ക് വേണ്ടപ്പെട്ടവരെ സഹായിക്കാൻ, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായും ഒക്കെയും വേണ്ടപ്പെട്ടവരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. പണം ചെലവാക്കുമ്പോൾ
പക്ഷേ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരാൾക്ക് സഹായിക്കുമ്പോഴും അത് അർഹമായ കൈകളിലേക്കാണോ പോകുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ധനപരമായ കാര്യങ്ങളിൽ എടുത്തുചാടി തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ധനത്തിൻ്റെ കാര്യം വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ, പൂരം നക്ഷത്രക്കാരുടെ ഭവനത്തിൽ ശുഭകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം ഇന്നിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും നല്ല സമയം തന്നെയാണ്. എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഓരോ മാസവും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത് എല്ലാ മാസത്തിലുമുണ്ട്, എല്ലാ ദിവസത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഒരു മാസമായിരിക്കും. അതും വളരെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ടെൻഷനൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് വളരെ ഒരു മാറ്റവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ഈ ഓഗസ്റ്റ് മാസം. അപ്പോൾ ഏവരും ഭഗവാനെ പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ നക്ഷത്രക്കാർ ആ ശ്രദ്ധയൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം. വാഹന ഉപയോഗത്തിലൊക്കെ, ജോലിയിലൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ്. അപ്പോൾ പുതുതായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വേതനമൊക്കെ കുറവാണെങ്കിൽ വേറൊരു ജോലിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ലൊരു സമയമാണ്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒരു ജോലി വിട്ടും വേറൊരു ജോലിയിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ചെയ്തിരുന്നതിനെക്കാട്ടി ബെറ്റർ ഒരു ഓപ്ഷനാണോ നമ്മൾക്ക് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കിയൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ വേറൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഉള്ള ജോലിയിൽ നിന്ന് എടുത്ത് ചാടി അത് കളഞ്ഞിട്ട് പോകാതിരിക്കുകയൊക്കെ വേണം. അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ കൃത്യമായും വ്യക്തമായും നമ്മൾക്ക് സ്വയം തന്നെ ഒരു ബോധമുണ്ടായിരിക്കണം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന്. കാരണം നാളെ ഒരു തെറ്റ് പറ്റിയാൽ കൂടെ ഉള്ളവരെ പഴിക്കാൻ ഇടവരരുത്, അവരാൽ നമ്മളും പഴിക്കപ്പെടാനുള്ള ഇടയും വരുത്തരുത്. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ശരിയാണെന്ന് നമ്മൾക്ക് സ്വയം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം വളരെ ഗുണകരമാണ്. പുതിയ ഭൂമി, വാഹനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. എങ്കിൽ പോലും വാഹനമൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മളുടെ നാളിനെ അനുസരിച്ച് ജ്യോതിഷിയുടെ സമീപത്ത് പോയി വാഹനം വാങ്ങിക്കുന്ന സമയമൊക്കെ എഴുതി ഒക്കെ വാങ്ങിച്ച് തീരുമാനമായിട്ട് വേണം പോയി വാങ്ങിക്കാൻ. എളുപ്പം എടുത്ത് ചാടിയൊന്നും എടുക്കല്. ചിങ്ങമാസമൊക്കെ വരികയാണ്, നല്ലൊരു സമയം. ആ ദിവസം മുഹൂർത്തങ്ങളൊക്കെ നോക്കിയതിന് ശേഷമേ വാഹനമൊക്കെ വാങ്ങാനും പാടുള്ളൂ. അതേപോലെ പുതിയ ജോലിയിലോട്ടൊക്കെ ഒരു മാറ്റം വരുന്ന ആളുകൾക്ക് വളരെ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓഗസ്റ്റ് മാസം. അപ്പോൾ വീഡിയോ ഏവർക്കും ഗുണകരമായി, ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അറിവുകൾ നിങ്ങളിലിരിക്കാതെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നന്ദി.